ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ടീച്ചർ, ഈ കൊല്ലത്ത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കി ക്ഷേത്രത്തിന് മുന്നിൽ ഇട്ട ഒരു അത്തപ്പൂക്കളം മാറ്റണമെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത്. അത് ആ ചെറുപ്പക്കാർ അതിന് വഴങ്ങിയില്ല. പോലീസിനെ അവർ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ FIR ഇട്ടിരിക്കുകയാണ് ഈ ആളുകൾക്കെതിരെ, ഈ അത്തപ്പൂക്കളം ഇട്ടവർക്കെതിരെ. മാത്രമല്ല FIR-ൽ പറയുന്ന കാര്യമാണ് ഏറ്റവും വിചിത്രം. ഛത്രപതി ശിവജിയുടെയും അതുപോലെ തന്നെ ഭഗവത് ധ്വജത്തിൻ്റെയും കാവിക്കൊടിയുടെയും ഒക്കെ അടയാളങ്ങൾ ഈ പൂക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത് കലാപമുണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണെന്നാണ് ഈ FIR-ൽ പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ടീച്ചർ? ചിലർ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഏകദേശ ചിത്രമാണിത്. കാരണം ഛത്രപതി ശിവജിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു കാവ്യ പതാകയെ സംബന്ധിച്ചോ അതുമല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചോ ഒക്കെ കാണുമ്പോഴേക്കും കലാപം ഉണ്ടാക്കുന്നവർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആരെയാണ് അമർച്ച ചെയ്യേണ്ടത്? നമ്മൾ അമർച്ച ചെയ്യേണ്ടത് ആ അസുഖം ഉള്ളവരെയല്ലേ. ഇതൊക്കെ കാണുമ്പോഴേക്കും കലാപം ഉണ്ടാക്കുന്നവരെ അമർച്ച ചെയ്യാൻ സാധിക്കാതെ കാരണങ്ങൾ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അവർക്ക് ദേശഭക്തി ഗാനം കേട്ടുകൂടാ, അവർക്ക് കാവ്യ കണ്ടുകൂടാ, അവർക്ക് ഗുരുപൂജ കണ്ടുകൂടാ, അവർക്ക് മാതൃപൂജ കണ്ടുകൂടാ. ചുരുക്കം അവർക്ക് ഇവിടുത്തെ സാധാരണ ചില മനുഷ്യരെ പോലും കണ്ടുകൂടാ എന്നൊരവസ്ഥയിലെത്തും. വിഗ്രഹാരാധകരോ ബഹുദൈവ ആരാധകരെയോ കണ്ടാൽ നിങ്ങൾ കലാപം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അവരെ കൊന്നൊഴിവാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവരെ ആരാധനയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. ഇപ്പൊ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇത് നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഒരു ഏകദേശ ചിത്രം കേരളം എത്തി നിൽക്കുന്ന ഗതികേടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പോ ഇവിടെ 10-25 പേർക്കെതിരെ ഞാൻ മനസ്സിലാക്കിയത് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചറാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.